പ്രതിസന്ധിയിൽ കേരളം. കുറുവാ സംഘത്തിന്റെ മോഷണങ്ങൾ സംസ്ഥാനത്ത് തുടരെയുണ്ടാകുന്നുവെന്ന വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി പുറത്തു വരുന്നത്. അന്യസംസ്ഥാന മോഷ്ടാക്കളുടെ എണ്ണം സംസ്ഥാനത്ത് വർദ്ധിക്കുന്ന കണക്കുകളാണ് മുഖ്യമന്ത്രി നിയമസഭയിലും അവതരിപ്പിച്ചത്. രണ്ടാം പിണറായി കാലത്ത് അന്യസംസ്ഥാന മോഷ്ടാക്കൾ പ്രതിയായ 1378 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 2021 ജനുവരി 1 മുതൽ 2024 സെപ്റ്റംബർ 29 വരെ 1378 കേസുകളാണ് ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്തതെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിൽ 1325 കേസിൽ മോഷ്ടാക്കളെ പിടികൂടി. എന്നാൽ മോഷണം മുതൽ കണ്ടെത്തിയ കേസുകൾ 1044 എണ്ണം മാത്രമാണ്. 334 കേസുകളിൽ മോഷണം മുതൽ കിട്ടിയില്ലെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതിനിടയിലാണ് കുറുവാ സംഘം കേരളത്തിൽ വ്യാപകമായി വരുന്നുവെന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ആരാണ് ഈ കുറുവ സംഘം എന്ന് നോക്കിയാൽ ആയുധധാരികളായ സംഘം എന്നാണ് കുറുവാ സംഘം എന്ന വാക്കിന്റെ അർത്ഥം. തമിഴ്നാട് ഇന്റലിജൻസ് ആണ് ഇവർക്ക് ഈ പേര് ആദ്യമായി നൽകിയത്. തിരുട്ട് ഗ്രാമം എന്നറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിക്കടുത്ത ഒരു ഗ്രാമത്തിലെ ആളുകളെയാണ് കുറുവാ സംഘം എന്ന് വിശേഷിപ്പിക്കുന്നത്. നിലവിലെ കുറുവാ സംഘത്തിലുള്ളവരെല്ലാം എന്നാൽ ഈ ഗ്രാമത്തിൽ നിന്നല്ല, ഒന്നോ രണ്ടോ മോഷ്ടാക്കളല്ല, മറിച്ച് വലിയൊരു സംഘം മോഷ്ടാക്കളുടെ കൂട്ടമാണിത്. കുറഞ്ഞത് 3 പേരായിരിക്കും ഒരു സ്ഥലത്തേക്ക് മോഷ്ടിക്കാൻ പോകുന്നത്. മോഷണത്തെ തൊഴിലായി കാണുന്ന ജനങ്ങളാണെന്നതിനാൽ ഇവർക്ക് യാതൊരു വിധ തരത്തിലുമുള്ള കുറ്റബോധം ഉണ്ടാകില്ല. പാരമ്പര്യമായി കൈമാറി കിട്ടിയ മോഷണ തന്ത്രങ്ങളും സാങ്കേതിക വിദ്യയുടെ ഉപയോഗവുമെല്ലാം കൂടി ചേർന്നാണ് ഇവർ ഓരോ പ്രദേശങ്ങളിലും എത്തുന്നത്. ആക്രിപ്പെറുക്കിയും തുണിയും പ്ലാസ്റ്റിക് പാത്രങ്ങളും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കച്ചവടം ചെയ്യാനാണെന്ന വ്യാജേനയും പകൽ ചുറ്റിക്കറങ്ങി നടക്കുന്ന ഈ സംഘം പുരുഷന്മാരില്ലാത്ത വീടുകളാണ് മോഷണത്തിനായി തിരഞ്ഞെടുക്കുന്നത്. ആയുധങ്ങളുമായി എത്തുന്ന സംഘം അർദ്ധനഗ്നരാകും. ദേഹമാകെ എണ്ണയും കരിയും തേച്ച് ആയുധം കാട്ടി സ്വർണവും പണവും കവരുന്നതാണ് ഇവരുടെ പ്രധാന രീതി. സ്ത്രീകളുടെ ശരീരത്തിലെ ആഭരണങ്ങൾ മുറിച്ചെടുക്കുവാൻ പ്രത്യേകം കത്രികകളും ഇവരുടെ കൈവശമുണ്ടാകും. കമ്പും വടിയും വാളും എല്ലാം കയ്യിൽ കരുതിയിരിക്കും. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായാലോ ആക്രമണം ആരംഭിക്കുന്ന ഇവർ ഒന്നിനും മടിക്കില്ല. അടുക്കള ഭാഗത്ത് വാതിൽ തകർത്ത് അകത്ത് കയറുന്നതാണ് ഇവരുടെ രീതി. വെറും മോഷ്ടാക്കളല്ല, അക്രമകാരികളായ മോഷ്ടാക്കളാണ് കുറുവാ സംഘം. മുഖം മറച്ച് ഷർട്ടും ലുങ്കിയും അരയിൽ തിരുകി നിക്കർ ധരിക്കും. കുട്ടികളുടെ കരയുന്നത് പോലെയുള്ള ശബ്ദമുണ്ടാക്കിയും ടാപ്പ് തുറന്നു വിട്ടും വീട്ടുകാരെ പുറത്തിറക്കിയും അവരെ ആക്രമിച്ച് വീടിനകത്തേക്ക് കയറി മോഷണം നടത്തുകയും ചെയ്യുന്നത് ഇവരുടെ രീതിയാണ്. 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർ സംഘത്തിലുണ്ടാകും. ഇവരെ മോഷണത്തിൽ നിന്നും പിന്മാറ്റാൻ തമിഴ്നാട് സർക്കാർ പല ഓഫറുകളും നൽകിയെങ്കിലും ഫലമുണ്ടായിരുന്നില്ല. പരമ്പരാഗതമായി കിട്ടിയ മോഷണ കലയിൽ നിന്നും പിന്മാറാൻ അവർ തയ്യാറല്ലായിരുന്നു. റാംജി നഗറിന്റെ പിന്നാലെ ശിവഗംഗ, പനവടലി സത്രം, മധുരയ്ക്കടുത്തെ ചില ഗ്രാമങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും തിരുട്ട് ഗ്രാമം വളർന്നു. ഒടുവിൽ നാണക്കേട് ഭയന്ന പനവടലി സത്രത്തിലെ പുതുതലമുറ ഇനി മോഷണം നടത്തില്ലെന്ന് പരസ്യമായി പ്രതിജ്ഞ ചെയ്തു. പക്ഷേ തിരുട്ട് ഗ്രാമങ്ങൾക്ക് തമിഴ്നാട്ടിൽ പിന്നീടും തുടർച്ചകൾ ഉണ്ടായത് ചരിത്രമാണ്. കേരള തമിഴ്നാട് അതിർത്തിക്കും കമ്പം, കോയമ്പത്തൂർ, മധുര, തഞ്ചാവൂർ എന്നിവിടങ്ങളിലും ഇവർക്ക് താവളങ്ങളുണ്ടത്രേ. അതേസമയം കുറുവാ സംഘങ്ങളുടെ ഇഷ്ട കേന്ദ്രമാണ് കേരളം. അതിന് കാരണം മറ്റൊന്നുമല്ല, മലയാളികളുടെ സ്വർണത്തോടുള്ള അഭിനിവേശം തന്നെ. നന്നായി മലയാളം സംസാരിക്കാൻ അറിയുന്നവരും ഇവരുടെ കൂട്ടത്തിലുണ്ട്. മോഷണം നടത്തേണ്ട വീടുകൾ മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇക്കൂട്ടർ നിരീക്ഷിക്കും. മോഷണം ആസൂത്രണം ചെയ്താലുടൻ ദൂര സ്ഥലങ്ങളിലേക്ക് താമസം മാറ്റും. പാലക്കാടും കോഴിക്കോടും ആലപ്പുഴയിലും എറണാകുളത്തുമെല്ലാം ഇവർ മോഷണം നടത്തിയതിന്റെ തെളിവുകൾ പോലീസ് പുറത്തുവിട്ടിരുന്നു. തിരുവനന്തപുരത്ത് നടന്ന ഒരു മോഷണ കേസിലെ പ്രതികളെ തേടി തിരുട്ട് ഗ്രാമത്തിലെത്തിയ കേരള പോലീസിലെ വരവേറ്റത് ആഡംബരം നിറഞ്ഞ മണിമാളികകളായിരുന്നു. വില കൂടിയ TV, ഫർണിച്ചർ, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നിവ എല്ലാ വീടുകളിലും ഉണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് മോഷ്ടിക്കുന്ന കൊള്ളം മുതൽ ഇവർ തുല്യമായി വീതിക്കും അത്രേ. മോഷ്ടാക്കളുടെ മക്കൾ പഠിക്കുന്നതോ വലിയ വലിയ സ്ഥാപനങ്ങളിലും. മോഷണ മുതലിന്റെ ഒരു ഭാഗം അമ്പലത്തിൽ ഇവർ വഴിപാടായും നൽകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്.